എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തന്! ഹല്ലേലൂയ. അവൻ സഭയെ സ്നേഹിച്ചതിനെക്കുറിച്ച് എത്ര മഹത്വത്തോടെയാണ് പറയുന്നത്. അതുപോലെ നാം നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന കർത്താവിൻ്റെ വചനം പറയുന്നു. സഭ എങ്ങനെ ആയിത്തീരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതിനുവേണ്ടി തന്നെ അവൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ എങ്ങനെയായിത്തീരണം എന്ന് നാം ആഗ്രഹിക്കുന്നു. ആ നിലവാരത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് നമ്മെ തന്നെ ക്രിസ്തുവിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് അതിനായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്ന് പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തൊരു അത്ഭുതവും അനുഗ്രഹമാക്കി മാറ്റട്ടെ. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ. നമുക്കുള്ളവരെ സ്നേഹിക്കാം. ഈ വാക്യം മനഃപ്പാഠമാക്കാൻ മറക്കരുത്. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ, മഹാത്ഭുതാക്കട്ടെ. ആമേൻ. ആമേൻ.